ചേച്ചിയുടെ മുഖം മിനി സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ അമ്മയുടെ സന്തോഷം ഗോപിക കണ്ടു. അമ്മ പണ്ട് കുറേ സ്വപ്നം കണ്ടതാണ്, പക്ഷെ അമ്മയ്ക്ക് സാധിച്ചില്ല. അതാണ് ചേച്ചിയിലൂടെ സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് അമ്മയ്ക്കെന്ന് അവൾക്കറിയാം. ചേച്ചി ഇപ്പോൾ ഗ്രാമത്തിലെ താരമാണ്. എല്ലാ പരിപാടികളിലും ചേച്ചിയുടെ സാന്നിധ്യമുണ്ട്. അത് കണ്ടപ്പോൾ ഗോപികയ്ക്കും ചേച്ചിയെ പോലെ ആകണമെന്ന് തോന്നി. അവൾ അമ്മയോട് പറഞ്ഞു. ചേച്ചിയുടെ താരപ്പകിട്ട് കാണുമ്പോൾ അവളും പിന്നാലെ വരുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ചേച്ചിയും അനിത്യയും തമ്മിലൊരു മത്സരം വേണ്ട. ഈ സീരിയലിൽ ഏതായാലും നീ അഭിനയിക്കണ്ട, അമ്മ പറഞ്ഞു. അവളുടെ മുഖം പാടി. ചേച്ചി പറഞ്ഞാൽ തനിക്കൊരു റോൾ കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പാണ്. അവൾ പിണങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ അമ്മ പറഞ്ഞു. എടി മണ്ടസേ, വേറെ എത്രയോ സംവിധായകരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. അവളുടെ മുഖം തെളിഞ്ഞു. ഷൂട്ടിങ്ങിന് ഞാനും വരുന്നുണ്ട്, എല്ലാം കണ്ട് പഠിക്കാമല്ലോ, അവൾ പറഞ്ഞു. ആദ്യം അമ്മയും ചേച്ചി സമ്മതിച്ചില്ല, പക്ഷെ അവൾ വാശി പിടിച്ചപ്പോൾ മനസ്സോട് സമ്മതിച്ചു. ഷൂട്ടിംഗ് കൊട്ടാരം പോലൊരു വീട്ടിലായിരുന്നു. അവളൊരു അത്ഭുത ലോകത്തെ അവസ്ഥയിലായിരുന്നു. അമ്മ അവളെ സംവിധായകന് പരിചയപ്പെടുത്തി. അയാൾ അവളെ അടിമുടി നോക്കി. 4-5 എപ്പിസോഡ് കഴിയുമ്പോൾ കഥയിലൊരു ട്വിസ്റ്റുണ്ട്. അപ്പോൾ ചില കഥാപാത്രങ്ങൾ കൂടി വരും. അപ്പം നമുക്ക് നോക്കാം, സംവിധായകൻ പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. നീ ഇവിടെ ഇരിക്കുക, വെറുതെ കറങ്ങി നടക്കരുത് കേട്ടോ, അമ്മ പറഞ്ഞു. ചേച്ചിക്ക് മേക്കപ്പിനുള്ള സമയമായി. അമ്മയും ചേച്ചിയും മേക്കപ്പ് റൂമിലേക്ക് പോയി. അവൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. ബോറടിച്ചപ്പോൾ എഴുന്നേറ്റ് നടന്നു. അവൾ അവിടെ മാകെ ചുറ്റി നടന്നു. ചോദിച്ചവരുടെയൊക്കെ ചേച്ചിയുടെ പേര് പറഞ്ഞു. അതുകൊണ്ട് ആരും തടഞ്ഞില്ല. പെട്ടെന്നാണ് ഒരു മുറിയിൽ നിന്ന് അമ്മയുടെ സംസാരം കേട്ടത്. അവളുടെ ക്യാരക്ടറിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല, അമ്മ പറയുന്ന അവൾ കേട്ടു. പ്രൊഡ്യൂസർക്ക് അവളെ ഇഷ്ടമായത് കൊണ്ടാണ് ഇതെങ്കിലും കിട്ടിയത്. അയാൾ മേക്കപ്പ് റൂമിലേക്ക് പോയിട്ടുണ്ട്, അവളോട് സംസാരിക്കാൻ പറ, സംവിധായകൻ പറയുന്നത് അവൾ കേട്ടു. മുറിയിലെ സംസാരം നിലച്ചു. ജന്നാലയുടെ കാറ്റൻ ഇളകിയപ്പോൾ ഒരു മകൾ ഒരിക്കലും കാണരുതാത്തൊരു കാഴ്ച അവൾ കണ്ടു. അവൾ ഞെട്ടിത്തിരിച്ച് നിന്നുപോയി. ചേച്ചിക്ക് ചാൻസ് കിട്ടിയത് എങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലായി. തിരിച്ചു നടക്കുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നേ അവൾക്കുള്ളൂ. ചേച്ചി മേക്കപ്പ് റൂമിലുണ്ട്. അങ്ങോട്ട് നടന്നപ്പോൾ അവളുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ഒരാൾ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ ചേച്ചി കാണാൻ വന്നാണ്, അവൾ പറഞ്ഞു. ചേച്ചി മേക്കപ്പ് ചെയ്യുകയാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ല, അയാൾ പറഞ്ഞു. ചേച്ചിയുടെ ഞരക്കങ്ങൾ അവൾ കേട്ടു. അവൾ തിരിച്ചു നടന്നു. അവൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവിടെ നിന്നിറങ്ങി നടക്കുമ്പോൾ അവൾക്ക് എല്ലാവരോടും വെറുപ്പായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോൺ വന്നു. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചങ്ങ് പോകുന്നമ്മേ, അവൾ കള്ളം പറഞ്ഞു. അമ്മയോട് അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. എല്ലാം ചേച്ചിക്ക് വേണ്ടിയാണല്ലോ. ചേച്ചി കഷ്ടപ്പെടുന്നത് ഈ കുടുംബം കരകയറ്റാൻ വേണ്ടിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടം. വൈകുന്നേരം അമ്മയും ചേച്ചിയും വന്നപ്പോൾ അവളൊന്നും അറിഞ്ഞ ഭാവം കാണിച്ചില്ല. അവരെ വേദനിപ്പിക്കാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. അമ്മ അവളുടെ അടുത്ത് വന്നിരുന്നു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അമ്മ പറഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി. ചേച്ചിയെപ്പോലെ നീയും സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നു, സന്തോഷത്തോടെ അമ്മ പറഞ്ഞു. അവൾ സന്തോഷം അഭിനയിച്ചു. അതെങ്ങനെ കിട്ടിയതാണെന്ന് അവൾക്കറിയാമായിരുന്നു. ചേച്ചി കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. അതിൻ്റെ കാരണവും അവൾക്കറിയാം. അവൾ സഹതാപത്തോടെ അമ്മയും ചേച്ചിയും നോക്കി. രണ്ടുപേരും പാവങ്ങളാണ്, അതുകൊണ്ട് എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അച്ഛൻ്റെ കൂർമ്മ ബുദ്ധി തനിക്ക് കിട്ടിയത് കൊണ്ടാവും പെട്ടെന്നെല്ലാം മനസ്സിലായത്. അമ്മയും ചേച്ചിയും പരസ്പരം എല്ലാം ഒളിപ്പിച്ച് വെക്കുകയാണ്. എല്ലാം അറിയാവുന്നത് തനിക്ക് മാത്രമാണെന്ന് അവൾക്കറിയാം. എല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. അവളുടെ ഷൂട്ടിങ്ങിലെ ദിവസം എത്തി. അവൾക്കന്ന് രാജകീയമായ സ്വീകരണമായിരുന്നു. വെറുതെ അല്ല അമ്മയും ചേച്ചിയും മയങ്ങിപ്പോയത്. ആരായാലും മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നും. മേക്കപ്പ് റൂമിലെത്തിയപ്പോൾ അവൾ ക്യാമറ സെൻസ് ചെയ്യുന്ന ആപ്പ് ഓണാക്കി. റൂമിൽ രഹസ്യ ക്യാമറ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഈ വേഷം മാറിക്കോളൂ, ക്യാരക്ടറിൻ്റെ വേഷം പാവാടിയും ടോപ്പുമാണ്. മേക്കപ്പ് ചെയ്യാമെന്ന് ചേച്ചി എല്ലാവരും അറിഞ്ഞുള്ള കളിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്നും അവൾക്ക് മനസ്സിലായി. ചേച്ചി വേഷം മാറുന്ന ദൃശ്യങ്ങൾ കാണിച്ചാവും പ്രൊഡ്യൂസർ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. അപ്പോഴേക്കും അവൾ ക്യാമറ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അവൾ അതിൽ ബബിൾക്കം ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അവൾ വേഷം മാറി. അല്പം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ മുറിയിലേക്ക് വന്നു. ചേച്ചി പുറത്തേക്ക് പോയി. അയാൾ അവളെ അടിമുടി നോക്കി. അയാൾ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുക്കുന്നത് അവൾ കണ്ടു. നല്ല റോൾ കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ, അയാൾ ചോദിച്ചു. അവൾ തലയാട്ടി. അയാൾ അവളുടെ കൈ കവർന്നു. ടെൻഷൻ ആവണ്ട, ഇതൊക്കെ പതിവാണ്, ഇതൊന്നും ആരും അറിയില്ല, അയാൾ പറഞ്ഞു. അവൾക്ക് എതിർപ്പില്ലാതെ മനസ്സിലായപ്പോൾ അയാൾ ഫോൺ മാറ്റിവെച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് അയാൾക്കറിയാം. അയാൾ അവളുടെ രഹസ്യങ്ങൾ തുറന്നു. ചേച്ചിയേക്കാൾ സുന്ദരിയാണ് നീ, അയാൾ മന്ത്രിച്ചു. അവളെ കീഴടക്കാനുള്ള ആവേശമായിരുന്നു. പിന്നെ പെട്ടെന്ന് അയാൾ ഒരു നിലവിളിയോടെ പിന്നിലേക്ക് മറിഞ്ഞു. എൻ്റെ അമ്മയും ചേച്ചിയും ചതിച്ച് നീ ഇനി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. നീ ഇനി ഒരാണല്ല, അവൾ പറഞ്ഞു. നീ കരുതുന്ന പോലെ നിൻ്റെ ക്യാമറയിൽ എൻ്റെ ദൃശ്യങ്ങളില്ല, അത് ഞാൻ ബബിൾക്കം വെച്ച് മറിച്ചു, അവൾ പറഞ്ഞു. നീ എനിക്കെതിരെ മൊഴി കൊടുത്താൽ നീ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ഞാൻ പറയും. ജയിലിലാകുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, അവൾ പറഞ്ഞു. അവൾ പുറത്തേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ ചേർന്ന് അയാളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്ന അവൾ കണ്ടു. അമ്മയും ചേച്ചിയും അവളുടെ അടുത്തേക്ക് വന്നു. പ്രൊഡ്യൂസർക്കൊരു അപകടം പറ്റി, ഇനി അയാളെ ഒന്നിനും കൊള്ളില്ല, ചേച്ചി അവളുടെ ചെവിയിൽ പറഞ്ഞു. ചേച്ചി സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം അവൾക്കറിയാം. രാവിലെ പുതിയൊരു വിശേഷവും എത്തി. സീരിയലിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ മാറിയത്രേ. 3 പേർക്കും സന്തോഷമായി. ഓരോരുത്തർക്കും അവരുടേതായ കാരണമുണ്ടായിരുന്നു. എങ്കിലും പുതിയ ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കുമെന്ന ടെൻഷനുമുണ്ട്. ശുഭപ്രതീക്ഷയോടെ 3 പേരും ലൊക്കേഷനിലേക്ക് യാത്രയായി.